കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പുലിപ്പല്ല് മാലയിൽ അന്വേഷണം തുടങ്ങി വനം വകുപ്പ്. ഹാജരായി മൊഴി നൽകാൻ പരാതിക്കാരന് പട്ടിക്കാട് റേഞ്ച് ഓഫീസർ നോട്ടീസ് നൽകി. ജൂലൈ 21 നേരിട്ട് ഹാജരായി തെളിവുകളും രേഖകളും ഹാജരാക്കണം. യൂത്ത് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് ഹാഷിമാണ് പരാതിക്കാരൻ. നോട്ടീസിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. വിവരങ്ങളുമായി PT മുഹമ്മദ് ജസീം ചേരുകയാണ്. ജസീം, ഇതിലിപ്പോൾ കേന്ദ്ര സഹമന്ത്രിക്കെതിരെയാണ് ഒരു കേസിൽ ഇതിലിപ്പോൾ ചോദ്യം ചെയ്യലിനൊക്കെ കടക്കുന്നതല്ലേ? ഇതിൽ നമുക്കറിയാം ഈ വേടന്റെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ ചർച്ചകൾ, അതിന് പിന്നാലെ ഉയർന്ന ചോദ്യങ്ങൾ, അതിനു പിന്നാലെ ഉണ്ടായ പരാതി, ഇതിലെന്താണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും റോഷ്നി, ഈ ഒരു വിഷയം എന്ന് പറയുന്നത് റാപ്പർ വേടൻ്റെ പുലിപ്പല്ലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഏറെ വിവാദപരമായ ഒരു കാര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രിയാണ്, അദ്ദേഹം പുലിപ്പല്ല് മാല ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം, അത് തെളിവ് സഹിതമാണ് ഈ പരാതിക്കാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് മുഹമ്മദ് ഹാഷിം, അദ്ദേഹം വനം വകുപ്പിന് പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇവർ പറയുന്നത് അടുത്ത ജൂലൈ 21 ഈ ഹാഷിമിനോട് പട്ടിക്കാട് റേഞ്ച് ഓഫീസിലേക്ക് വനം ഓഫീസിലേക്ക് വരാനും അവിടെ തെളിവ് സഹിതം എത്തണമെന്നുമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നൽകിയ നോട്ടീസിലൂടെ പറയുന്നത്. നമുക്കറിയാം, ഏറെ വിവാദപരമായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ലംഘനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി ഇതോടൊപ്പം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിലാണ്, ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെയുള്ള ഈ ഒരു അന്വേഷണം വനം വകുപ്പ് തുടങ്ങുന്നത്. എന്തായാലും തെളിവ് സഹിതം തന്നെ അങ്ങോട്ട് ഹാജരാകണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ഹാഷിമിന് അയച്ച നോട്ടീസിൽ പറയുന്നത്. റോഷ്നി, ഓക്കെ, എന്തായാലും മൊഴി നൽകാൻ പരാതിക്കാരന് പട്ടിക്കാട് റേഞ്ച് ഓഫീസർ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ കേസിൽ എന്തായാലും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് വനം വകുപ്പ്.